നെതന്യാഹുവിൻ്റെ ഇഷ്ടപ്രകാരം, നെതന്യാഹുവിൻ്റെ ആവശ്യപ്രകാരം ട്രംപിനെ കൊണ്ട് പിടിച്ച് അതിൻ്റെ അകത്തിട്ട് ട്രംപ് ഇപ്പം എന്ത് ചെയ്യണമെന്നറിയാൻ മേലെ അതിൻ്റെ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗ്രീൻ ഐലൻഡ് പിടിച്ചെടുത്ത് കഴിഞ്ഞ ശേഷമുള്ള അടുത്ത ഐലൻഡ് പിടുത്തമാണ് കാർഗ് ഐലൻഡ് പിടിച്ചെടുക്കുന്നത്. ഞങ്ങളെല്ലാം കോംപ്ലിമെൻ്റ് ആക്കി എന്നാണ്, രാവിലെ കോംപ്ലിമെൻ്റ് ആക്കി എന്ന് പറയും, അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പറയും ഞങ്ങളിവിടെ ഇത്ര ഫോഴ്സിനെ അങ്ങോട്ട് വിടുന്നുണ്ടെന്ന് പറയും. ഒരു പൊളിറ്റിക്കൽ ഷിഫ്റ്റ് ഉണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഈ വലതുപക്ഷ മാധ്യമ നിരീക്ഷകരുടെ സംബന്ധിച്ച്. അത് നോട്ട് ഓൺലി ഇൻ ഇന്ത്യ, ബിയോണ്ട്. പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളിനെയാണ് അറ്റാക്ക് ചെയ്തത്. അതിനെപ്പോലും അതും ഈ യുദ്ധത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ വലതുപക്ഷ നിരീക്ഷകരുണ്ട് കേരളം. കാരണം നമ്മൾ യാതൊരു ബേസ് പോലെ നമുക്ക് ഇറാനെ തന്നെ എങ്ങനെയാണ് നമുക്ക് കുറ്റം പറയാൻ പറ്റുന്നത്? എന്തോരം ആളുകളാണ് അവിടെ മരിക്കുന്നത്. ഇപ്പോൾ ഉള്ള ഈ അഡ്മിനിസ്ട്രേഷൻ പോയാൽ പോലും അതെന്ത് ചെയ്യണം എന്നുള്ള കൃത്യമായ ഗൈഡൻസ് അവർക്കുണ്ട്. അവരത് കൃത്യമായി പ്ലാൻ ചെയ്താണ് നിൽക്കുന്നത്. ട്രംപിന്റെ പുതിയ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു. അതായത് അദ്ദേഹം കാർഗ് ഐലൻഡ് പിടിച്ചെടുക്കാൻ പോവുകയാണ്. അതായത് നമ്മുടെ ഗ്രീൻ ഐലൻഡ് പിടിച്ചെടുത്ത് കഴിഞ്ഞ ശേഷമുള്ള അടുത്ത ഐലൻഡ് പിടുത്തമാണ് കാർഗ് ഐലൻഡ് പിടിച്ചെടുക്കുന്നു. എങ്ങോട്ടാണ് ഈ യുദ്ധം പോകുന്നത് എന്നുള്ള കാര്യത്തിൽ കൃത്യമായി യാതൊന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ മേലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഗ്രൗണ്ട് അറ്റാക്ക് ഉണ്ടാകുമോ? എൻ്റെ ഉറച്ച വിശ്വാസം ഗ്രൗണ്ട് അറ്റാക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഗ്രൗണ്ട് അറ്റാക്ക് ഉണ്ടായാൽ അത് ഇറാന് വീണ്ടും മുൻകൈ കിട്ടുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു പൊളിറ്റിക്കൽ വിദ്യാർത്ഥിയാണ് ഞാൻ. അതിന് ട്രംപിൻ്റെ കാര്യമായാണ് നമുക്കൊന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എങ്കിൽ പോലും അതിനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന മറ്റൊരു ഒരു പൊളിറ്റിക്കൽ ഷിഫ്റ്റ് ഉണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ ഈ വലതുപക്ഷ മാധ്യമ നിരീക്ഷകരെ സംബന്ധിച്ചിടത്തോളം. അത് നോട്ട് ഓൺലി ഇൻ ഇന്ത്യ, ബിയോണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലുള്ള വലതുപക്ഷ നിരീക്ഷകർ. അവരൊക്കെ ആദ്യ കാലങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് ഒന്നും കുഴപ്പമില്ല, ഇറാൻ നമ്മൾ പറയുന്ന കേൾക്കാഞ്ഞിട്ടാണ്, അമേരിക്ക പറയുന്ന കേൾക്കാഞ്ഞിട്ടാണ്, ഇറാനെ കൃത്യമായി കയറി അടിക്കാം, അതിന് ആരോടും ചോദിക്കാൻ, ഇറാനെ കൃത്യമായി കയറി അടിക്കാം, അതിന് ആരോടും ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെയൊക്കെയായിരുന്നു. ഇപ്പം ശരിയാക്കി കളയും എന്നുള്ള രീതിയിലേക്കായിരുന്നു ഈ വലതുപക്ഷ മാധ്യമ നിരീക്ഷകർ ഇത് യാതൊരുവിധ മെറിറ്റും ഇല്ലാതെ ഈ അതായത് ട്രംപ് ചെയ്തത് ശരിയാണ്, ട്രംപാണ് കറക്റ്റ് എന്നുള്ള രീതിയിലായിരുന്നു ഈ വിഷയം പല ചാനലുകളിലും അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അവരൊന്നും മനസ്സിലാകാത്ത വസ്തുത, യാതൊരുവിധ നിയമപരമായ യാതൊരു ലെജിറ്റിമസി ഇല്ലാതെ നടന്നൊരു യുദ്ധം, ഒരു ഇൻവേഷൻ ആയിരുന്നു. അത് ഇറാനിൽ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് ഉണ്ട്, അത് ജൂണിൽ അടിച്ച് തകർത്തു എന്ന് നമ്മളോട് തന്നെ പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും ഈ സാധനം അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ് നേരെ കയറി അടിക്കുകയാണ്. യാതൊരുവിധ റൂൾ ബേസ്ഡ് ഓർഡറും ഫോളോ ചെയ്യാതെ, ഇന്റർനാഷണൽ ഓർഡറും ഫോളോ ചെയ്യാതെ കയറി ആക്രമിക്കുകയായിരുന്നു. അപ്പോൾ അത് ശരിയാണ് എന്ന് പറഞ്ഞു വന്ന ഒരു കൂട്ടം ആളുകൾ കൃത്യമായി ഇപ്പോൾ അതിൻ്റെ അകത്ത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞു തുടങ്ങി. അതിൻ്റെ ഒരു കാരണം ഇതിനെ കൃത്യമായ മിസ്കൺസീവ് ചെയ്യുകയാണ് നമ്മുടെ ഈ പബ്ലിക്കിനെ മിസ്കൺസീവ് ചെയ്യുക. അതൊരു തരം ഒരു എന്നാ പറയുന്നത്, അതിൻ്റെ അകത്തൊരു മെറിറ്റ് ഇല്ലാന്ന് അവർക്കും അറിയാം. ഇത് പറഞ്ഞ് പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. ഇതിപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഇറാനിൽ പ്രശ്നങ്ങളുണ്ട്, ഇല്ലെന്ന് നമ്മൾ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ഈ പ്രശ്നത്തെ നമുക്ക് ഈ ഒരു യുദ്ധമായിട്ട് മാത്രമോ, ഈ ഒരു ഒറ്റ ഇൻവേഷനായിട്ടോ, അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ പീസ് നെഗോഷിയേഷൻ തീർന്നതായിട്ടോ മാത്രം നമുക്ക് അതേ രീതിയിൽ നമുക്കിത് ഡിബേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണം, നമുക്ക് 1953 അവിടുത്തെ പ്രൈം മിനിസ്റ്ററെ ഒരു കൂ വഴി പുറത്താക്കി അതിൻ്റെ കൃത്യമായ കൺട്രോള് അമേരിക്കയും ബ്രിട്ടനായിരുന്നു, വിൻസ്റ്റൺ ചർച്ചിലായിരുന്നു മുമ്പിൽ നിന്നത്. വിൻസ്റ്റൺ ചർച്ചിലും അമേരിക്കകളും കൂടെ പിടിച്ചെടുത്ത് അവരുടെ ഒരു പാവ സർക്കാരിനെ ഏൽപ്പിക്കുകയും ആ പാവ സർക്കാരിനെ ഏൽപ്പിച്ച് ആ പാവ സർക്കാർ വഴി അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് മാത്രം മുമ്പോട്ട് പോകുന്ന ഒരു ഭരണകൂടമായിരുന്നു 79 വരെ അവിടെ നിലനിന്നത്. ഇപ്പോൾ ആ ഭരണകൂടത്തെ അവിടുത്തെ ജനങ്ങൾ, അതിന് ശരിയും തെറ്റുമൊക്കെ ഉണ്ടാവാം, അവിടുത്തെ ജനങ്ങൾ കൃത്യമായി അവരുടെ അതിന് ഇസ്ലാമിക് റിപ്പബ്ലിക് എന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചു, അവിടുത്തെ രീതിയിൽ അവരതിനെ എതിർക്കുകയും അവർ ആ പാവ സർക്കാരിനെ പിടിച്ചതാടുകയും ചെയ്തു. ഇത് തന്നെയല്ലേ ഇന്ത്യയിൽ നമ്മൾ ചെയ്തത്. ഈ ബ്രിട്ടീഷുകാരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, ഇമ്പീരിയലിസത്തിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ മാത്രം ഇന്ത്യയെ റൂൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു അധിനിവേശ ശക്തിയെ നമ്മുടെ കൂടെയുള്ള ആളുകളെല്ലാം കൂടി ലിബറേഷൻ മൂവ്മെന്റിന്റെ ഭാഗമായി നമ്മുടെ ഫോർ ഫാദേഴ്സ് മുഴുവൻ
ലൈൻഡപ്പായി ആ അവരെ ഈ ബ്രിട്ടീഷ് ഇമ്പീരിയലിസത്തെ, ബ്രിട്ടീഷ് രാജിനെ ചവിട്ടി പുറത്താക്കി എന്ന് പറഞ്ഞ പോലെ ഇറാനിൽ അവരുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാതെ വിദേശ ഇൻട്രസ്റ്റുകൾ മാത്രം പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പാവ സർക്കാരിനെ അവർ ചവിട്ടി പുറത്താക്കി. ഷാ ഉണ്ട്, നമ്മുടെ അന്നത്തെ രാജാവായിരുന്ന ഷാ, അദ്ദേഹത്തിന്റെ അണ്ടറിലുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ഒരു പിടിച്ചു കൊടുക്കുകയായിരുന്നു. 53 വരെ യാതൊരു കുഴപ്പവുമില്ലായിരുന്നു. അവിടെ ഒരു കൂ ഉണ്ടാക്കി അതുവഴി അത് പിടിച്ചെടുത്തിട്ട് ഇവരുടെ ഈ അതായത് ബ്രിട്ടന്റെയും അമേരിക്കയുടെയും മറ്റ് ഇമ്പീരിയലിസ്റ്റ് ഫോഴ്സുകളുടെയും ആ കൺട്രോളിലേക്ക് ഇതിനെ എത്തിച്ചു കൊടുക്കുകയായിരുന്നു. അതിനുശേഷം 79-ൽ അവര് അവിടുത്തെ ആളുകൾ ഇതിനെതിരെ റിവോൾട്ട് ഉണ്ടാവുകയും അതിനെതിരെ അവർ പിടിച്ചെടുക്കുന്നു. അങ്ങനെ ഈ ഇസ്ലാമിക് റിപ്പബ്ലിക് അതിനുശേഷം പിടിച്ചെടുത്ത് കഴിഞ്ഞ് പോലും അവിടെ ഒരു റെഫറൻഡം നടക്കുന്നു. ആ റെഫറൻഡത്തിൽ അവർ മജോറിറ്റി പറഞ്ഞത് അവർക്ക് ഇസ്ലാമിക് റിപ്പബ്ലിക് മതി എന്നുള്ളതായിരുന്നു. അതിപ്പോൾ ബ്രിട്ടനിൽ ബ്രെക്സിറ്റ് നടന്നു. ബ്രെക്സിറ്റ് ഒരു മജോറിറ്റി ഓഫ് ആളുകൾ ഇപ്പം ഇന്ന് വേണ്ട എന്ന് കൃത്യമായി ചിന്തിക്കുന്ന ആളാണ്. ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത്. എനിക്കറിയുന്ന പലരും, എനിക്ക് നേരിട്ടറിയാവുന്ന പലരും അത് തെറ്റായിപ്പോയി, അതിൻ്റെ ഒരു ആവശ്യമില്ലായിരുന്നു, അത് ഈ രാജ്യത്തിന് ദോഷമാണ് ഉണ്ടാക്കിയെന്ന് ഏതാണ്ട് എല്ലാവരും ഇപ്പോൾ അംഗീകരിക്കുന്നത്. അതിന് സത്യമാണ്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ബ്രെക്സിറ്റ് ജനങ്ങളുടെ റെഫറൻഡം വരുന്ന ആ റെഫറൻഡം ഫോളോ ചെയ്തേ പറ്റൂ. അങ്ങനെ ആ മൂവ് ചെയ്യാൻ, അങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ബ്രെക്സിറ്റ് ഇഷ്ടമല്ല എന്ന് പുറത്ത് നിൽക്കുന്ന വിദേശികളായാലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ബ്രിട്ടനിലെ ജനങ്ങളല്ലേ തീരുമാനിക്കുന്നത് എന്ന് പറഞ്ഞ പോലെ ഇറാനിലെ ജനങ്ങൾ അവിടുത്തെ ഒരു റെഫറൻഡത്തിലൂടെ ഇസ്ലാമിക് റിപ്പബ്ലിക് മതി എന്ന് തീരുമാനിക്കുന്നു. അത് കൃത്യമായും അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഇൻട്രസ്റ്റുകൾക്ക് വിരുദ്ധമാണ്. അപ്പോ അതുവരെ പാവ സർക്കാരായിരുന്നപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു, എല്ലാം കോംപ്ലിമെന്റ് ആയിരുന്നു. അപ്പോൾ പിന്നീട് മുഴുവൻ പ്രശ്നങ്ങളാകുന്നു. അപ്പോൾ പിന്നീട് പറയുന്നത് ഈ വലതുപക്ഷ, നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിലെ ചില വലതുപക്ഷ നിരീക്ഷകർ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് വസ്തുതയുമായി ഒരു ബന്ധം പോലും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കേൾക്കുമ്പോൾ നമ്മൾ തന്നെ ആശ്ചര്യപ്പെട്ടു പോയി, എന്തിനാണ് ഇതിങ്ങനെ പറയുന്നത്? അതായത് ഇറാന്റെ കയ്യിൽ ന്യൂക്ലിയർ ആർമമെന്റ്സ് ഉണ്ട്, അല്ലെ അത് ന്യൂക്ലിയർ വെപ്പണറി ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് ഉണ്ട്, യുറേനിയം ഉണ്ട് എന്ന് അത് ഇതുവരെ എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടില്ല, അതുണ്ട് എന്നുള്ള വാദം. ഇത് പറയുന്ന ആരാണ്? ഇസ്രായേലിൽ ഉണ്ടോ? ഉണ്ട്. ഇസ്രായേൽ ഇതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. അത് അക്നോളജ് ചെയ്യാൻ പോലും തയ്യാറാകാത്ത ഒരു രാജ്യം മറ്റു രാജ്യത്തോട് പറയാണ് നിങ്ങളുടെ ഈ സാധനമുണ്ട്, ഞങ്ങൾ ഈ സാധനം എടുക്കും, അല്ല ഞങ്ങളുടെ ഇൻട്രസ്റ്റിനെതിരാണ്. അവിടെ എവിടെയാണ് ഒരു നീതി? അതായത് എൻ്റെ കയ്യിൽ ഈ സാധനം ഉണ്ട്, നിങ്ങൾക്കത് പറ്റില്ല എന്ന് പറയുന്നതിനകത്ത് ലോജിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ മറ്റൊരു ആർഗ്യുമെന്റ് പറയുന്നത് കാലങ്ങളായി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇസ്രായേലിൽ അകത്ത് ഹമാസിനെ ഉപയോഗിച്ച് പ്രശ്നങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് മൊസാദ് നടത്തുന്നത്? മൊസാദ് പരസ്യമായി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കാര്യമല്ലേ? ഇറാനിൽ കൃത്യമായി അവരുടെ ഫോഴ്സ് ഉണ്ട്, അവരവിടെ രാജ്യവിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെന്ന് അവർ ഓൾറെഡി കൺസീഡ് ചെയ്തിട്ടില്ലേ? അപ്പോൾ രണ്ടു കൂട്ടരും ഇത് ഒരു കാര്യം തന്നെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഒരാളെ കുറ്റം പറയാൻ പറ്റുന്നത്? അപ്പോൾ നമ്മൾ ഇപ്പോൾ കാണുന്നത് യാതൊരുവിധ ഒരു ലെജിറ്റിമസി ഇല്ലാതെ നെതന്യാഹുവിന്റെ ഇഷ്ടപ്രകാരം, നെതന്യാഹുവിന്റെ ആവശ്യപ്രകാരം ട്രംപിനെ കൊണ്ട് പിടിച്ച് അതിൻ്റെ അകത്തിട്ട് ട്രംപ് ഇപ്പം എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലെ അതിൻ്റെ അത് പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഗ്രൗണ്ട് അറ്റാക്ക് നടക്കില്ല എന്ന് ട്രംപ് അതിന് മുതിരില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ട്രംപ് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഒഴിവായി കിട്ടുന്ന അവസ്ഥയിലേക്കാണ് നിൽക്കുന്നത്. ഇപ്പൊ പുള്ളി പറയുന്നത് അവിടുത്തെ കാർഗ് ഐലൻഡ് പിടിച്ചെടുക്കുമെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് തരാൻ പറ്റുമെന്നാണ് പറയുന്നത്. എവിടെയാണ് അവര്? ഞങ്ങളെല്ലാം കോംപ്ലിമെന്റ് ആക്കി എന്നാണ്, രാവിലെ കോംപ്ലിമെന്റ് ആക്കി എന്ന് പറയും, അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും പറയും ഞങ്ങൾ ഇവിടെ ഇത്ര ഫോഴ്സിനെ അങ്ങോട്ട് വിടുന്നുണ്ടെന്ന് പറയും. ഇതില് യാതൊരുവിധ ഒരു സെറ്റിൽമെന്റും ഈ കാര്യത്തിൽ എത്തിയിട്ടില്ല. ഉടനെ ഒന്നും ഈ കാര്യത്തിൽ, അതായത് ഇറാനെ സംബന്ധിച്ചത് ഇറാൻ ഹാസ് ആൻ അപ്പർ ഹാൻഡ് നൗ. ഇറാൻ കൃത്യമായി ഈ അവരുടെ ഡിമാൻഡ് അനുസരിച്ച് അവരുടെ ഇനി അവരെ അറ്റാക്ക് ചെയ്യാൻ പാടില്ല, അവരുടെ ഉപരോധങ്ങൾ എടുത്ത് മാറ്റണം, അവർക്ക് ഈ നഷ്ടങ്ങൾക്ക് മുഴുവൻ കോമ്പൻസേഷൻ കൊടുക്കണം എന്നുള്ള ഡിമാൻഡാവും അവർ മുമ്പോട്ട് വെക്കുന്നത്. ഇപ്പൊ പാകിസ്ഥാൻ പറഞ്ഞു കഴിഞ്ഞു, പാകിസ്ഥാൻ ഫേസ് ടു ഫേസ് മീറ്റിംഗിലേക്ക് മൂവ് ചെയ്യുകയാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പം കൃത്യമായും നമ്മൾ ഈ വിഷയത്തെ ഇതിന്റെ മെറിറ്റിൽ മാത്രം സംസാരിക്കുകയാണ് ഏറ്റവും നല്ലത്. എന്നെ സംബന്ധിച്ച് എനിക്ക് മെറിറ്റിൽ സംസാരിക്കുന്നതാണ് ഇഷ്ടം. കാരണം നമ്മൾ യാതൊരു ബേസ് പോലെ നമുക്ക് ഇറാനെ തന്നെ എങ്ങനെയാണ് നമുക്ക് കുറ്റം പറയാൻ പറ്റുന്നത്? എന്തോരം ആളുകളാണ് അവിടെ മരിക്കുന്നത്. ഇപ്പം അവിടെ അയത്തുള്ള ഖുമൈനിയെ അസാസിനേഷനോടെ ഈ വിഷയം മുഴുവൻ തീർന്നു എന്ന് പറയുന്നിടത്ത് ഇപ്പോഴും ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, അയത്തുള്ള ഖുമൈനി വാസ് പ്രിപ്പയർഡ് ടു ഡൈ. അതായത് പുള്ളിക്ക് അറിയാമായിരുന്നു ഇവർ തീർത്ത് കളയുന്നുള്ളായിരുന്നു, യാതൊരു സംശയമില്ലായിരുന്നു. അത് പുള്ളി പോയി കഴിഞ്ഞാൽ തന്നെ ഈ
ഇനി എന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു ഗൈഡൻസ് അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവർ കൃത്യമായി സ്ട്രോങ് ആയി നിൽക്കുന്നത്. ഇനി ഇപ്പോൾ ഉള്ള ഈ അഡ്മിനിസ്ട്രേഷൻ പോയാൽ പോലും അതെന്ത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു ഗൈഡൻസ് അവർക്കുണ്ട്. അവരിത് കൃത്യമായി പ്ലാൻ ചെയ്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ അത് പറയുമ്പോൾ തന്നെ ഇറാനിൽ നടക്കുന്ന മനുഷ്യാവകാശങ്ങളുടെ ലംഘനം നമ്മൾ ഒരു കാരണവശാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അത് തെറ്റാണെന്ന് നമ്മൾ ഉറപ്പിച്ച് പറയുന്നു. അത് പറയുമ്പോൾ തന്നെ ആ ഒറ്റ കാരണത്തിനായി അത് പറയുമ്പോൾ തന്നെ അതൊരു ലെജിറ്റിമേറ്റായി ഇവൻ അടിച്ചിരുന്നു എങ്കിൽ ഇന്ന് ലോകരാജ്യങ്ങളെല്ലാം അമേരിക്കയുടെ കൂടെ കൂടിയനെ, അല്ല ഇസ്രായേലിന്റെ കൂടെ കൂടിയനെ. ലെജിറ്റിമേറ്റ് ആയിട്ടല്ല ഈ രാജ്യത്തെ ആക്രമിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ലോകരാജ്യങ്ങളെല്ലാം വിട്ടു മാറി നിൽക്കുന്നത്. ഗ്രൗണ്ട് റിയാലിറ്റിയിൽ ഗ്രൗണ്ട് അറ്റാക്കിന് പോയാൽ ഒരു കാരണവശാലും ഈ പ്രശ്നം സോൾവ് ആവില്ല. ഏതാണ്ട് ഇപ്പോൾ ഈ യുദ്ധത്തിലൂടെ ഇറാന് മനസ്സിലായ ഒരു കാര്യമുണ്ട്. ലോകത്തിലെ ഏതാണ്ട് മുഴുവൻ എണ്ണക്കച്ചവടവും അവർക്ക് കംപ്ലീറ്റ് ഫ്രീസ് ചെയ്യാൻ പറ്റും, അല്ലെ അത് അതിന്റെ ബാലൻസ് മിസ്പ്ലേസ് ചെയ്യാൻ പറ്റും എന്ന് കൃത്യമായി അവർക്ക് മനസ്സിലായ ഒരു യുദ്ധം കൂടിയാണിത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ആദ്യം ഈ ട്രംപും ഇസ്രായേലും ചെയ്ത് നല്ലതാണെന്ന് പറഞ്ഞ പലരും ഇപ്പോൾ അത് അങ്ങനെയല്ല, അത് വേണ്ടായിരുന്നു എന്നുള്ളൊരു നിലപാടിലേക്ക് എത്തിയിട്ടുണ്ട്. അതൊരു പോസിറ്റീവ് സൈനാണ്. കാരണം എന്താ വെച്ചാൽ അത് മെറിറ്റിൽ നിന്ന് മാത്രം സംസാരിക്കുന്നതാണ്. മെറിറ്റിനെ മാത്രം വെച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ്. നമ്മൾ ഈ ഒരു പ്രശ്നം സംസാരിക്കുമ്പോൾ എസ്പെഷ്യലി നമ്മളെപ്പോലുള്ള ആളുകൾ ഇതിനെ നമ്മൾ വിശകലനം ചെയ്യുന്നത് നമ്മളൊരു പാർട്ടിയുടെ വക്കീലായിട്ടല്ലോ ഇരിക്കുന്നത്, ഏതൊരു പാർട്ടിയുടെ ഒരാളുടെ വക്കീലായിട്ടല്ലോ ഇരിക്കുന്നത്. നമ്മളിതിനെ പൊളിറ്റിക്കലി അസസ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് ഇമ്പാർഷ്യൽ പൊസിഷൻ എടുത്ത് ഒരു ഇമ്പാർഷ്യൽ സ്റ്റാൻഡ് പോയിന്റിൽ നിന്ന് മാത്രമേ നമുക്കിതിനെ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. ട്രംപ് ചെയ്തത് ലോകത്തിലുള്ള സകല മീഡിയയും സകല രാഷ്ട്രീയ നേതൃത്വവും തെറ്റായിപ്പോയി എന്ന് പറയുമ്പോൾ ഒരു കോണിലിരുന്ന് കുറെ ആളുകൾ പറയാണ് ഇത് ശരിയായിരുന്നു എന്ന് പറയുന്നതിനെ എങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാൻ പറ്റുക? അവര് കുറച്ച് കാലം ഒരു മാസം കഴിഞ്ഞു, അപ്പോഴത്തേക്കും സ്റ്റാൻഡ് മാറ്റി തുടങ്ങി, അത് തെറ്റായിപ്പോയി എന്നൊന്ന് പറയാൻ തുടങ്ങി. അപ്പം നമ്മൾ ഈ ഇറാൻ വിഷയത്തിൽ നമുക്ക് അതായത് ഒരു ഭാഗത്തിന്റെ ഒരാളുടെ കൂടെ അല്ലെ ഒരു രാജ്യത്തിന്റെ കൂടെ മാത്രം നിന്നൊന്നും നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. ഇതിലെ ലീഗാലിറ്റി, ഇതിനകത്തെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി, അതുപോലെ രണ്ട് ആ മിഡിൽ ഈസ്റ്റിലുള്ള പ്രശ്നങ്ങൾ, അതിൽ വേറെ ഒരു രസകരമായ ഭാഗം നമ്മുടെ ഞാനീ പറഞ്ഞ പ്രത്യേകിച്ച് വലതുപക്ഷം നിരീക്ഷകർ, കേരളത്തിലെ വലതുപക്ഷ നിരീക്ഷകർ ഒരു മിഡിൽ ഈസ്റ്റ് സ്റ്റാൻഡ് എടുത്ത്, അതായത് ഈ മറ്റു രാജ്യങ്ങൾ ഇപ്പം നമ്മുടെ ആളുകൾ വർക്ക് ചെയ്യുന്നു, സൗദിയിൽ വർക്ക് ചെയ്യുന്നു, ബഹ്റൈനിൽ വർക്ക് ചെയ്യുന്നു, ഒമാനിൽ വർക്ക് ചെയ്യുന്നു, ഖത്തറിൽ വർക്ക് ചെയ്യുന്നു, ഇവർക്കൊക്കെ പ്രശ്നങ്ങളാവും, അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ രാജ്യത്തെ ആക്രമിക്കുന്നത് തെറ്റാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവരുടെ ഈ പെട്ടെന്നുള്ള ഒരു ആ മിഡിൽ ഈസ്റ്റിനോടുള്ള ഒരു സ്നേഹം കണ്ടപ്പോൾ എനിക്ക് പലപ്പോഴും വളരെ സഹതാപമാണ് എനിക്ക് തോന്നിയത്. കാരണം മറ്റൊന്നുമല്ല, ഈ പ്രശ്നം അഡ്രസ് ചെയ്യുന്നതിന് അവിടെയുള്ള ആളുകളെ അറ്റാക്ക് ചെയ്യുന്നു, അതുകൊണ്ട് ഇവർ കാണിക്കുന്ന തെറ്റാണ് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ കൃത്യതയില്ലാത്ത ഒരു സ്റ്റാൻഡ് പോയിന്റ്. എന്നാൽ മൊത്തത്തിൽ അമേരിക്ക കാണിക്കുന്നത് തെറ്റാണെന്ന് പറയുകയും ഇറാൻ കാണിക്കുന്നത് തെറ്റാണെന്ന് പറയുകയും അപ്പോ അതുവഴി ഈ പ്രശ്നം സോൾവ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് എന്നതിന് പകരം അമേരിക്ക ചെയ്തത് ശരിയാന്ന് പറയുകയും അതിനെ അവർ കൺഫ്രണ്ട് ചെയ്യുന്നത്, അവർക്ക് കൺഫ്രണ്ട് ചെയ്യാൻ പറ്റുന്നത് അവിടെ മിഡിൽ ഈസ്റ്റിൽ ക്രൈസിസ് എക്കണോമിക് കൈവസ് സൃഷ്ടിച്ചുകൊണ്ടാണ്. അതിനെ കൺഫ്രണ്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇവർ ഇത് ചെയ്യുന്നത്. അത് കൺഫ്രണ്ട് ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുകയും അമേരിക്ക ഇറാനെ അടിക്കുന്നത് ശരിയാണ് എന്ന് പറയുന്നൊരു പ്രത്യേക ഒരു പെക്യൂലിയർ സിറ്റുവേഷൻ ചില വലതുപക്ഷ നിരീക്ഷകമായി ഭാഗത്തു നിന്നെങ്കിലും കാണുകയുണ്ടായി. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഇത് തെറ്റായി പോയി എന്നുള്ളൊരു പൊളിറ്റിക്കൽ കൺസെൻസിലേക്ക് അവരും എത്തിപ്പെട്ടിട്ടുണ്ട്. കാരണം ഇത് സംഭവം കൈവിട്ടു പോയി, പാളിപ്പോയി എന്നുള്ളൊരു പൂർണ്ണ ബോധ്യം അവർക്കുള്ളത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇനി വരും ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്താണെങ്കിലും ഇറാൻ സറണ്ടർ ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ രാഷ്ട്രീയ ബോധം അല്ലെ എൻ്റെ പൊളിറ്റിക്കൽ അസസ്മെന്റ് എന്നെ അതിന് അനുവദിക്കുന്നില്ല. ഇതുവരെ എല്ലാം കൈവിട്ട് നിൽക്കുന്ന ട്രംപിനെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഡൊമസ്റ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഈ അമേരിക്കയിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് പ്രശ്നങ്ങൾ ഇസ്രായേലിൽ തുടങ്ങി എന്നുള്ള റിപ്പോർട്ടുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. അവിടെ നിന്നൊക്കെ നമുക്ക് ഡയറക്റ്റ് അവിടെയുള്ള ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്. അതായത് ഈ ഇസ്രായേലിലുള്ള ആളുകൾ തന്നെ നമ്മളുമായിട്ട് അവരുടെ ബന്ധുക്കൾ സ്വന്തമൊക്കെ നമ്മുടെ പരിചയമുള്ളവരൊക്കെ പറയുന്നത് അവിടെയും ഗ്രൗണ്ടിൽ പ്രശ്നങ്ങളായി തുടങ്ങിയിട്ടുണ്ട്. ഈ പ്രശ്നം ഇങ്ങനെയല്ല സെറ്റിൽ ചെയ്യേണ്ടത്, അടിയല്ല. എന്തോരം ആളുകളെയാണ് കൊല്ലുന്നത്, സ്കൂൾ കുട്ടികളെ. അമേരിക്ക
പെൺകുട്ടികൾ പഠിക്കുന്ന സ്കൂളിനെയാണ് അറ്റാക്ക് ചെയ്തത്. അതിനെ പോലും അതും ഈ യുദ്ധത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ വലതുപക്ഷ നിരീക്ഷകരുണ്ട് കേരളത്തിൽ. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഒരു രാഷ്ട്രീയം നമ്മളുടെ രാഷ്ട്രീയം, നിങ്ങളുടെ രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. അതല്ല, വലതുപക്ഷ രാഷ്ട്രീയം ഈ ഒരു 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 പ്രോ ഇസ്ലാമോഫോബിയയിലേക്ക് അത് കൊണ്ടുവരുന്നത് വളരെ കഷ്ടമാണ്. അതായത് രാഷ്ട്രീയത്തിൽ സെൻസിബിലിറ്റി ഇല്ലാതെയാകുന്ന ഒരു സാഹചര്യമാണത്. അത് ഒഴിവാക്കാമായിരുന്നു, ഇപ്പൊ ഒഴിവാക്കി എന്നാണ് എൻ്റെ റീഡിങ്.